മുമ്പൊരു ദിവസം ചക്ക വെട്ടുന്ന വീട്ടിലുണ്ടായ ചക്കയുടെ ആദ്യമായിട്ട് കായ്ച്ച ചക്ക, അത് 3 ചക്ക ഉണ്ടായിരുന്നു ഒരു കൊലയിൽ. അതിലത്തെ 3ാമത്തെ ചക്ക ഇട്ടത്. അന്ന് ചക്ക വെട്ടണതൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ പറഞ്ഞ് താത്ത അങ്ങനത്തെ ഒരു വീഡിയോ കൂടി ഇടുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ് ചക്ക പറിക്കുമ്പോൾ ഇടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചക്ക ഇപ്പോൾ ഇന്നലെ ഇട്ടതാട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നല്ല കളറുള്ള ചക്കക്ക് നല്ല ചക്കയാണ്. അതായത് ഞാൻ കുരു പാവി മുളപ്പിച്ചിട്ട് അങ്ങനെ കുറച്ച് നാളായി. അത് കുറേ പ്ലാവ് ചക്ക കായ്ക്കണ 10 വട്ടം കായ്ക്കണ സമയം കഴിഞ്ഞിട്ടാണ്. പക്ഷെ അതിങ്ങനെ അവിടെ ഇങ്ങനെ മേടിച്ച് നിന്നിട്ട് ഇപ്പോഴാണ് കായ്ച്ചത്. അപ്പം ഇനിയിപ്പോൾ ഇതൊന്ന് വറുത്ത് നോക്കാനുള്ള പരിപാടിയില്ലട്ടാ. ഇത് വറുത്താൽ വറക്കാൻ പറ്റുമോ നോക്കട്ടെ. വറക്കാൻ പറ്റും എന്തായാലും. കാണുമ്പോൾ തന്നെ അറിയാം നമുക്ക് ചക്ക വറക്കാൻ പറ്റണതാണോ അല്ലേ എന്നുള്ളത്. അപ്പോൾ ഇനി ഇത് വറക്കാനുള്ള ഉദ്ദേശത്തിലാണ്. നോക്കി നോക്കാം, വറുത്ത് നോക്കി നോക്കട്ടെ കേട്ടോ. ഇത് ചെറുതാട്ടാ, 3 എണ്ണം ഉണ്ടായാലത്തെ ഏറ്റവും ചെറുതാണിത്. 3 എണ്ണത്തിൽ ചെറുതാണ്. 3 വലിപ്പത്തിൽ അതുണ്ടായി. അതിൽ ഏറ്റവും വലുതാണ് അന്ന് ഞങ്ങൾ ഇട്ടത് കേട്ടോ, കാണിച്ചു തന്നില്ല അന്ന്. അപ്പോൾ പിന്നെ അതിൻ്റെ തുണ ഒന്നുണ്ടായിരുന്നു, അത് ഇട്ടിട്ടുണ്ട്. അത് പഴുക്കാനായിക്കണം. അതിപ്പോൾ ഇന്നലെ ഞങ്ങൾ വെട്ടിയിട്ട് ഒരു കഷ്ണം മുകളിലെ വീട്ടിലേക്ക് കൊടുത്തയച്ചു. അതിൻ്റെ ബാക്കി അവിടെ ഉണ്ട്. അതിപ്പോൾ പഴുത്തുണ്ടാവും. ഇന്നലെ വെട്ടി വെച്ചതാണ്. അപ്പോൾ ഇന്ന് പഴുത്തുണ്ടാവും. അത് നോക്കിയിട്ടില്ല കേട്ടോ, പഴുത്തോ ഇല്ലയെന്ന് നോക്കിയിട്ടില്ല. അപ്പോൾ ഇന്നിപ്പോൾ രാവിലെ ഞങ്ങൾ ഈ ചക്ക വെട്ടി വറുക്കാനുള്ള ഉദ്ദേശിച്ച് പരിപാടിയിലാണ്. ചക്ക ഭയങ്കര സന്തോഷത്തില്ല കേട്ടോ. ഒന്നും സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മളൊരു മരം നട്ടിട്ട് അത് കായ്ക്കുന്ന കാലം വരെ കാത്തിരിക്കുക. എന്നിട്ട് അത് പ്രത്യേകിച്ച് മാവും പ്ലാവും അതിന് നല്ല ഫലങ്ങളായിരിക്കുക. നല്ല നമ്മൾ കാത്തിരുന്നിട്ട് ലാസ്റ്റ് അതിന് നല്ല പഴങ്ങൾ കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമല്ലേ. ഇതിപ്പോൾ പഴഞ്ചക്ക